മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാത്തതാണ് അശ്വിനി ആശുപത്രിക്ക് പിൻവശത്തെ അക്വാറ്റിക് ലൈനിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് ഈ ഭാഗത്തെ താമസക്കാർ പറയുന്നു. കഴിഞ്ഞ വർഷം വെള്ളക്കെട്ടുണ്ടായപ്പോൾ കളക്ടർ ഇടപെട്ട് നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നില്ലെന്നും ഇവർ പറഞ്ഞു. തൃശൂർ നഗരത്തിൽ അതിശക്തമായ മഴയാണ് പെയ്തത്. പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. മഴ നേരിയ തോതിൽ ശമിച്ചെങ്കിൽ പോലും ഇപ്പോഴും പലയിടങ്ങളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോയിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് അശ്വിനി ആശുപത്രി ഭാഗത്തെ ഒരു വീട്ടിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വീടിനകത്തൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണുള്ളത്. മുട്ടോളം വെള്ളത്തിലൂടെ നടന്നു വേണം വീടിനകത്തേക്ക് നമുക്ക് കയറാൻ. ഈ വീടിൻ്റെ അവസ്ഥ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ എല്ലായിടത്തും തന്നെ വെള്ളം കയറിയ സ്ഥിതിവിശേഷമാണ് ഉള്ളത്. വീട്ട് സാമഗ്രികളെല്ലാം തന്നെ ഇവർ ഉയരങ്ങളിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാം, ഇവർക്ക് കട്ടിലിനൊപ്പം തന്നെ വെള്ളം കയറിയിരിക്കുന്നു. രോഗബാധിതയായ ഒരു അമ്മ ഇവിടെ താമസിക്കുന്നുണ്ട്. നെബുലൈസർ അടക്കം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാനാണ് കോർപ്പറേഷൻ അധികൃതർ ഇവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ്, ഇനിയിപ്പോൾ ക്യാമ്പിലേക്ക് മാറുന്നുണ്ടോ? മാറാൻ പോകണില്ല മോനെ, ഇവിടെ തന്നെ നിൽക്കുക. ക്യാമ്പിൽ പോയാൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾ കലക്ട്രേറ്റിൽ പോയി പറഞ്ഞിട്ട് അവിടുത്തെ സാറ് പറഞ്ഞു, ഇനി നിങ്ങൾ അവരെ കുടുംബക്കാരങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് നിങ്ങൾ അവിടെ വെള്ളം കയറാൻ എന്തെങ്കിലും മാർഗം ചെയ്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. അവരൊന്നും ചെയ്തില്ല. ഈ മഴ വരുന്ന സമയത്ത് ഇങ്ങനെ വന്ന് നോക്കി പോയിട്ട് എന്താ കാര്യം? ഞങ്ങൾക്ക് അതിക്ക് മുപ്പടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണ്ടേ? അത് അവർ ചെയ്യണില്ല. അവർക്ക് ഇലക്ഷൻ്റെ സമയത്ത് മാത്രം ഞങ്ങൾ വേണ്ടു, അല്ല കഴിഞ്ഞാൽ ഞങ്ങൾ വേണ്ട. വോട്ട് കിട്ടിയ അവർക്ക് അവരുടേതായ സ്ഥാനം ബഹുമതി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ജയിച്ചാൽ പിന്നെ ഈ ഭാഗം തിരിഞ്ഞു നോക്കില്ല ഒരാളും. ഒരു കൂട്ടർ തന്നെയല്ല, എല്ലാവരുടെ കാര്യം തന്നെയാണ് പറയുന്നത്. കാനകൾ വൃത്തിയാക്കാത്താണോ വെള്ളം കയറാൻ? കാനകൾ വൃത്തിയല്ല. അവിടുന്ന് ആ കാന അവിടുന്ന് ഇങ്ങോട്ട് നടന്ന തൃശ്ശൂർ ടൗണിൽ പെയ്യുന്നിടത്തോളം വെള്ളം മുഴുവൻ ഈ റോട്ടിലേക്ക് വരുന്നത്. ഈ റോഡ് താഴ്ന്നിട്ടാണ്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ശക്തിയിൽ വെള്ളം വരിക. അതൊന്ന് കെട്ടിയൊന്ന് ഉയർത്തിയാൽ അവിടെ നിന്നുള്ള വെള്ളത്തിനുള്ള ശക്തി ഒന്ന് കുറഞ്ഞു കിട്ടും. അതാണ് ഞങ്ങൾ പറയുന്നത്. അതാരും ചെയ്യണില്ല. പിന്നെ ഞങ്ങൾ ആരോടാ പറയുന്നത്? മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ നടക്കാത്തതാണ് ഈ വീട്ടിലെ വെള്ളക്കെട്ടിന് കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത്. അധികൃതരുടെ ഭാഗത്തുനിന്നും ഇനിയെങ്കിലും ഇവരുടെ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് അഭ്യർത്ഥന. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം കെ ബി ലിബീഷ്, TCV.